ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു ചെറിയ വ്ളോഗാണ് ഇന്നത്തേത്. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പം ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയറിന് പോയി. ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട്. വെള്ളിയാഴ്ച ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയറിനൊക്കെ പോയിട്ട് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ പുറത്ത് പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ എന്താണ് കഴിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് മരിച്ചിനി, പുളിശ്ശേരി, ചോറ്, ഇതെന്തോ ചിഞ്ചു, ശീമച്ചക്കത്തോരൻ, പിന്നെ ചൂര മീൻ കറി, പിന്നെ പയർത്തോരൻ, പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാർ. അതും ശർക്കരയൊക്കെ ഇട്ടൊരു മാങ്ങ അച്ചാറുണ്ട്, ഇത്തിരി മധുരമുള്ള. ചിഞ്ചുവിനാണെങ്കിൽ മീൻ വറുത്തതൊക്കെ കൂടെ ഉണ്ട്. ഞാൻ പിന്നെ മീൻ വറുത്ത എടുത്തില്ല. ഞങ്ങളിങ്ങനെ സിറ്റ് ഔട്ടിലിരുന്നാണ് കഴിക്കുന്നത് പുറത്ത്. ഇവിടെ ആകുമ്പോൾ ചെറിയൊരു കാറ്റ്, പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് റെഡി ആവട്ടെ. നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നിങ്ങളും വീട്ടിൽ പോയി ഫുഡ് കഴിക്കൂ. അങ്ങനെ ഞാൻ ഒരു ദിവസം സിറ്റിയിൽ പോയപ്പോഴത്തേക്കും മഹാബോളിയിൽ നിന്ന് ബോളിയും പാലടയും മേടിച്ചായിരുന്നു. അപ്പം ചോറ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാലടയും ബോളിയും കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനാണ് ഈ പായസം കുടിച്ച് എൻ്റെ വയറ് നിറഞ്ഞായി. പിന്നെ ഡ്രൈവിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് ഇനി കുടിച്ചു കഴിഞ്ഞാൽ മത്തനായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് മാളൂട്ടിക്ക് കൊടുത്ത്. മാളൂട്ടി വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അവസാനം സോപ്പിട്ടു ഞാൻ മാളൂട്ടിന്. കള്ളച്ചിരിയോടെ കുടിക്കുന്നുണ്ടോ? നമ്മൾ പോയിട്ട് വരാമേ. പോയിട്ട് വരട്ടാ. മാത്രം വല്ലതും പറയമ്മ. അമ്മയ്ക്ക് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കണം വീട്ടിൽ ഇരിക്കാതെ. അമ്മ അതെ പോകുമ്പം നമുക്ക് ചക്കവറ്റലും തേൻ മുട്ടായും തന്നാണ് വിട്ടത് വണ്ടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിത് ഗേറ്റൊക്കെ തുറന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേ വണ്ടിക്കകത്തോട്ട് കയറി. എൻ്റെ അമ്മയും മോളും ഇവിടെ പാട്ടാണ് വണ്ടിക്കകത്ത്. ഇതാണ് നമ്മുടെ മൂന്ന് പേരുടെ ഡ്രസ്. മറിയക്കൊച്ചൻ ഔട്ട്ഫിറ്റ്. മറിയക്കൊച്ചൻ നമ്മൾ ടാറ്റ പോവുന്ന റാനെ കാണാൻ പോവാ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളിപ്പം പോകുന്ന ഒരു ലൊക്കേഷനിലോട്ട് ഒരു 21 കിലോമീറ്റർ, ഒരു 35-40 മിനിറ്റ് ഓളം ഡ്രൈവ് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ഒരു ആന വളർത്ത് കേന്ദ്രമുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു ആന വളർത്ത് കേന്ദ്രമാണ്. ഞാൻ മുന്നേ പോയിട്ടുണ്ട്. ഫാമിലി ആയിട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞാനും ചിഞ്ചുവും മറിയക്കൊച്ചും കൂടെ ഞങ്ങൾ ഫസ്റ്റാണ് അങ്ങോട്ട് പോകുന്നത്. ഞങ്ങളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 25 മിനിറ്റ്സിനകത്ത് ഞങ്ങളവിടെ റീച്ച് ആവും. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവിടെ റീച്ചായി. പിന്നെ ഇവിടുന്ന് ഇനി അകത്തോട്ടാണ് ബാക്കി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഒരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയാണ്. അപ്പം നമുക്കിനി അകത്തോട്ട് പോവാം. ഇങ്ങോട്ടത്തേക്ക് ബസ്സും ഉണ്ട്. ബസ്സിൻ്റെ ടൈം പക്ഷേ എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങോട്ട് നമുക്ക് എത്തിച്ചേരാൻ KSRTCയുടെ ബസ്സും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി മറിയക്കൊച്ചിനെ സേഫായിട്ട് നമ്മൾ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ മറിയക്കൊച്ചിന് ഇവിടെ ഭയങ്കര ചൂടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനായിട്ടൊരു ഫാനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് എൻട്രൻസ്. ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിന്നായിരിക്കും പാസ്സൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറേണ്ടത്. സോ ബാക്കി കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, ഓർമ്മയില്ല. കാരണം മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ ഓർമ്മയില്ല. ഇതാണ് എൻട്രൻസ് ഗൈസ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഗൂഗിൾ പേ ഉണ്ട്, ക്യാഷും കൊടുക്കാം. വണ്ടിക്ക് 40 ഒരാൾക്ക് 60 രൂപയും വെച്ചിട്ടാണ് ടിക്കറ്റ് വരുന്നത്. ഞാൻ കുട എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിലോട്ട് പോവുകയാണ് കുട എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ചിഞ്ചു ടിക്കറ്റിന് പേ ഒക്കെ ചെയ്തിട്ട് എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. അപ്പം ഞാനിത് എടുത്തിട്ട് പെട്ടെന്ന് അകത്തോട്ട് പോകണം ഗൈസ്. ഈ കുട എനിക്ക് വേണ്ടി എൻ്റെ സുഹൃത്ത് ഇന്നലെ മറന്നു വെച്ചിട്ട് പോയതാണ്. ഓസ്വിൻ്റെ കുടയാണ്. അവൻ ഇന്നലെ മഴയാണ്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഫുഡ് കഴിക്കാൻ പോയി, പക്ഷെ എന്നിട്ട് പോയപ്പോൾ അവൻ കൊണ്ടുപോയില്ല. ടിക്കറ്റ് എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി വരുമ്പോൾ ഇതൊരു ചെറിയൊരു എൻട്രൻസ് ഉണ്ട്. വാഹനങ്ങളൊന്നും പോകത്തില്ല, നമുക്ക് നടന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഈ വഴിയാണ്
മുകളിലോട്ട് നമ്മൾ നടക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ ഗൈസ്. ഒരാനയെ ഞാനിപ്പോൾ കാണുന്നുണ്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട്. ചിഞ്ചുവിനത് വലിയൊരു വൈബ് ഫീൽ ചെയ്യാനല്ലേ നോക്കിയിട്ട്. വണ്ടിയിലിരുന്നൊക്കെയാണെങ്കിൽ ഓക്കെ ആയിരുന്നു, നടന്ന് കാണാനൊരു മൂഡില്ല ചേച്ചിയമ്മയ്ക്ക് അല്ലേ? ഇപ്പം ഇൻട്രസ്റ്റ് ഇല്ലേ? ഇത് നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു ആനയാണ്. ഈ ആനയ്ക്ക് 32 വയസ്സ്. ഹരികൃഷ്ണൻ അതാണ് പേര്. 32 വയസ്സ്. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, നമുക്കിവിടെ നിന്ന് കാണാം. ഇവിടെ വലിയൊരു ഷെഡിനകത്താണ് പുള്ളിക്കാരനെ നിർത്തിയിരിക്കുന്നത്. ഇപ്പം 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആനയൊക്കെ ഇവിടെ ഉള്ളൂ. മുന്നേ ഞാൻ ഒരിക്കൽ വന്നപ്പം കുഞ്ഞാനയൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് കുഞ്ഞാന കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനം. പക്ഷെ ഇപ്പം 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആനകളൊക്കെ ഉള്ളൂ. എല്ലാവരും കൂടെ ഒരു 8-10 ആനയ്ക്കകത്ത് ഇപ്പോൾ ഇവിടെ ഉള്ളൂ എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഞങ്ങൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആനയെ കാണാൻ. ഇത് പക്ഷേ മറിയക്കൊച്ചിൻ്റെ ഒരു ജീവനുള്ള ആനയെ ഫസ്റ്റ് കാണുന്നതാണ് അല്ലേ മറിയക്കൊച്ചെ? നമുക്കൊരു ഓർമ്മയാണ് ഈ വീഡിയോ അല്ലേ മറിയക്കൊച്ചെ? ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ആനയുണ്ട്. റാണ എന്നാണ് പേര്. 13 വയസ്സാണ്. ഇവിടെ നിൽക്കുന്നുണ്ട്. വാവ്, ഇതാണ് റാണ. ചിഞ്ചു മറിയക്കൊച്ചിനെ ഇങ്ങോട്ടോ? നമ്മളിവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കാണുന്നൊരു ഗോപുരമല്ലേ, ചെറിയൊരു കൂടാരം പോലെ, അവിടെ ഒരു ആന നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു വലിയ പ്രായമില്ലാത്ത, എനിക്ക് 6-7 വയസ്സൊക്കെ ഉള്ളൊരാന. നമ്മളീ കാണുന്നത് 12 വയസ്സാണ്. പേര് ഭയങ്കര ക്യൂട്ട് പേരാണ്. പൊടിച്ചി എന്നാണ് പേര്. 12 വയസ്സാണ്, കുഞ്ഞാനയാണ്. ഇവിടെ ചെറിയ ബോട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കുട്ടവഞ്ചിയുണ്ട്. കുട്ടവഞ്ചിയാണെങ്കിൽ തുഴയാൻ വേണ്ടിയിട്ട് നമ്മളോടത്ത് ഒരാൾ വരും. ബോട്ടിംഗ് ആണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചവിട്ടണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടുന്ന് മറിയക്കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുട്ടവഞ്ചി എടുത്തു. അതാകുമ്പം ഇവിടെ ഫുള്ള് കാര്യങ്ങൾ അറിയാമെന്നുള്ളൊരു ചേട്ടനും കൂടെ നമ്മുടെ കൂട്ടത്തുണ്ട്. കൊച്ചിന് നല്ലോണം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കയറുന്ന വീഡിയോ എടുത്തില്ല, കാരണം ചെറിയ കുറച്ച് പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട്, പക്ഷെ ഭയങ്കര സേഫാണ് ഇവിടെ. ഇതാണ് അറിയാമേ മറിയക്കൊച്ചെ കേട്ടോ. കാണുന്നത് ഒരു ഐലൻഡാണ്. ഇതിന്റെ ചുറ്റും വെള്ളം. കുടിവെള്ളത്തിനും കൃഷിക്കും കൊടുത്ത് വെള്ളം ഇറങ്ങി ഏകദേശം അക്കരയുമായിട്ട് നമുക്കൊരു 2 മാറ് ദൂരമേ വരുള്ളായിരുന്നു. 2 മീറ്റർ ദൂരം വരും. ബാക്കിയുള്ള വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. വീണ്ടും മഴ വന്നപ്പോഴത്തേക്ക് വീണ്ടും അടച്ച് വെള്ളം കയറി വരെയാണ്. ഈ കാണുന്ന ചുറ്റും കാണുന്ന എല്ലാ ഐലൻഡ് ആണല്ലേ ഈ രണ്ടും? ഇതെല്ലാം ഐലൻഡാണ്. ഇതിന്റെ ചുറ്റും വെള്ളമാണ്. ഈ ലൈൻ 3.5 കിലോമീറ്റർ അല്ലേ? ഇതിന്റെ അകത്ത് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടോ ചേട്ടാ? അകത്ത് മത്സ്യം പറഞ്ഞ മൃഗങ്ങളെല്ലാം നമ്മളെ ഐലൻഡിലുണ്ട്. കാട്ടാന, കരടി, അതെല്ലാം ഇതിന്റെ അകത്തുണ്ട്. കാട്ടുപോത്ത്, അത് വരുമ്പോഴേ ഉള്ളൂ. രാത്രിയുള്ള സമയങ്ങളിലൊക്കെ വരുമ്പോഴേ ഉള്ളൂ. മറ്റേ ക്രോക്കഡൈലുണ്ട്. ക്രോക്കഡൈൽ അങ്ങനെയൊന്നും കുഴപ്പമില്ല. വെള്ളം കയറി വന്നോണ്ട് വലിയ വിഷയം. ഇതേപോലത്തെ ഇളംപെയിലിന് ഇതേപോലെ രാവിലത്തെ ഇളംപെയിലുണ്ടല്ലോ, ആ സൂര്യപ്രകാശത്തിലേക്ക് ഈ കുന്നന്ത ഈ കയറി സ്ഥലത്തെ കയറി കിടക്കും. ചിങ്ങണ്ണി ഉണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട്. നെയ്യാറിന്റെ റിസർവർ ഇല്ലേ, നെയ്യാർ ഡാമിലുള്ള അല്ലേ? ശരിയാണ്. ഏട്ടാ ഇവിടെ എങ്ങനെയാണ് ഇതിനകത്ത് വെള്ളം വരുന്നത്? ഇത് വരുന്നത് നമ്മൾ അഗസ്ത്യർ കൊടുത്തുനിന്നാണ്. അഗസ്ത്യർ കൂടെ
രണ്ടാറുണ്ട്. ഒന്ന് നമ്മളെ കരമനയാറിലേക്ക് റൈറ്റ് സൈഡ് പോകുന്നത് കരമനയും, ലെഫ്റ്റ് സൈഡ് നമ്മളെ നെയ്യാറും. അങ്ങനെ രണ്ടാറ് അങ്ങനെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് വള്ളിയാറ്, മുല്ലാറ്, കല്ലാറ്, നെയ്യാറ്. അപ്പോൾ ഈ 4 ആറും കൂടെ വന്ന് ചേർന്നതാണ് നെയ്യാറെന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് തോടുകളുണ്ട്, വീണ്ടും ഒരുപാട് ആറുകളുണ്ട്. പക്ഷെ വന്ന് കൂടുന്നത് അത്രയും നെയ്യാറിലാണ്. ഏത് സമയത്ത് വരാനാണ് ഭയങ്കര ഭംഗിയായിട്ടുള്ളത്? നമുക്ക് ഈ വർണ്ണമാസം, ഈ മാസം തൊട്ട് ഉണ്ട്. ഈ ആനയൊക്കെ എപ്പം കൊണ്ടുവരും? ഇവിടുന്ന് കൊണ്ടുപോയി ആനേനെയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആനകളൊക്കെ 9 മണിക്ക് രാവിലെ ഇറക്കി കുളിപ്പിക്കും. 10 മണിക്കാകുമ്പോൾ കരി കയറ്റി വീണ്ടും ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ ഫുഡ് കൊടുക്കുന്നത് കാണാൻ വേണ്ടി അതിന് ആൾ വരുന്നുണ്ട്. രാവിലെ കുളിക്കാൻ 9 മണിക്ക് കുളിക്കാൻ ഇറക്കിയിട്ട് 10 മണിയാകുമ്പോൾ 1 മണിക്കൂർ നേരത്തെ തേച്ച് കുളിപ്പിപ്പാണ്. അത് കഴിഞ്ഞാണ് ഫുഡ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. വിട്ടിപ്പഴം തിരുന്നതാണ്. അത് മരം, ആ മരത്തിൻ്റെ പേരാണ് വിട്ടിമരം. അതിൻ്റെ പഴങ്ങളുണ്ട്. ഇവിടെയാണ് 4 ആനകളെ കൊണ്ടുവന്ന് കുളിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഇതിനകത്ത് വേറെ വന്യജീവികളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങള് കൊരങ്ങനെ കണ്ട്. പിന്നെ വേറെ ഏതൊക്കെയാണ് ചേട്ടാ ഇവിടെ? ബാക്കി എല്ലാ മൃഗങ്ങളും ഉണ്ട്. കടുവ, പുലി, ആന, അതൊക്കെ ഉണ്ട് ഇതിൻ്റെ അത്. കരടി, കാട്ടുപോത്ത്, കാട്ടുപന്നി, പ്ലാവ്, ഇങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ട്. രാത്രി നമുക്ക് ഇങ്ങോട്ടൊന്നും അലോട്ടില്ല. ഇല്ല അല്ലേ? അതാണ് 5 മണിക്ക് ബോട്ടിങ് നടത്തുന്നത്. ഓക്കെ ചേട്ടാ, അപ്പം നമ്മളെ ഇവിടെ കാണാൻ വരികയാണെങ്കിൽ ഒരു ദിവസം ഏത് ടൈമിൽ വന്നാലാണ് നമുക്ക് നല്ലത്? വരണം. രാവിലെ 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ ആനയുടെ കുളി കാണാം. കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുന്നത് അത് കാണാം. കണ്ടിട്ട് ആനകൾ നമുക്ക് ട്രക്കിങ്ങിന് പോവുകയാണെങ്കിൽ അങ്ങനെ ട്രക്കിങ്ങിന് പോവാം. ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? ഒന്ന് കിഴക്കുമലപ്പാറ ട്രക്കിങ്, 1.25 മണിക്കൂർ അങ്ങോട്ട്, 1.25 മണിക്കൂർ ഇങ്ങോട്ട് ഉള്ള യാത്ര. അടുത്ത ട്രക്കിംഗ് ആണ്. പിന്നെ കതിർമുടി ട്രക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ള് വേണം. നമുക്ക് രാവിലെ ഇവിടുന്ന് ഒരു 8 മണിക്ക് പോയി ഒരു 7 കിലോമീറ്ററോളം നമുക്ക് സ്വന്തം വാഹനത്തിൽ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തം വണ്ടി പോവാം. സ്വന്തം വണ്ടിയിൽ നമ്മളെ സെറ്റിൽമെന്റ് വരെ പോവാം. ഒരു 8 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 കിലോമീറ്റർ നമ്മൾ നടക്കണം. അങ്ങനെ കയറുന്ന കതിർമുടി ട്രക്കിങ് അതുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ചേട്ടനോട് എത്ര നാളായി ജോലിക്ക് കയറിയിട്ട്? 11 വർഷം. ചേട്ടൻ ഇവിടുത്തെ കാരനാണ്? ഞാൻ സെറ്റിൽമെന്റ് ആണ്. എൻ്റെ സ്ഥലം മുളമൂട്. അഗസ്ത്യവനം, മുളമൂട്. ഓക്കെ. ചേട്ടൻ്റെ പേര്? ചന്ദ്രൻ. ഇവിടെ നിന്ന് 11 വർഷമായി. 11 വർഷമായി ഡെയിലി വെച്ച സൈറ്റ് നിൽക്കുന്നത്. 11 വർഷമായിട്ടും ഡെയിലി വെച്ച്. നമുക്ക് ചന്ദ്രൻ ചേട്ടനാണ് നമ്മളെ വഞ്ചി തുഴയാൻ വേണ്ടിയിട്ട് നമ്മളെ കൂട്ടത്ത് വന്നത്. പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അറിയാമേ, ഇഷ്ടപ്പെട്ടോടി നിനക്ക്? നിനക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് മനസ്സിലായി. കിലോമീറ്റർ പോകണം. അത്രയേ ഉള്ളൂ. പാർക്കിനകത്തൂടെയാണ് പോകുന്നത്. അറിയാമേ, എന്റെ മറിക്കൊച്ചാണ്. മറിക്കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? ഇത് ഇഷ്ടപ്പെട്ടു. ആളെ വെയിറ്റ് കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് തൊട്ടാവിക്ക് കൊണ്ടുപോകും. ഭയങ്കര സേഫായിട്ടാണ് കൊണ്ടുവന്നത്. ഞങ്ങളോടൊത്ത് കൊച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ വളരെ സേഫായിട്ടാണ് എല്ലാം ഓട്ടിച്ചത്. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? ചന്ദ്രൻ. പോട്ടാ. ഓക്കെ. ഞങ്ങളങ്ങനെ കുട്ടവഞ്ചിയൊക്കെ കഴിഞ്ഞ് വന്നു. ആ ക്ഷീണം മാറ്റാൻ വേണ്ടി മമ്മി മാങ്കോബാർ കഴിക്കുന്നു. അല്ലേ മക്കളെ? മക്കൾക്ക് തരണില്ലല്ലേ ഒരു മോഡ്? ഇത് ചക്കട ഇഷ്ടപ്പെട്ടോ? കുട്ടവഞ്ചി ഇഷ്ടപ്പെട്ടോ? ചിഞ്ചു കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു മാങ്കോബാർ മേടിച്ചു. മാങ്കോബാർ മേടിച്ചിട്ട് ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിഞ്ചു മാത്രം കുടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും കുടിക്കുന്നു ഗൈസ്. മറക്കൊച്ച് പണങ്ങിയിരിക്കും. സൂപ്പർ.
ഏഷ്യയിലെ ഏറ്റവും പ്രായമുള്ള ആനയാണ് സോമൻ. പേര് സോമൻ. 84 വയസ്സാണ്. അങ്ങനെ ഞാൻ സോമൻ ചേട്ടനെയും കണ്ട് ഇറങ്ങുകയാണ്. സോമൻ ചേട്ടനെ കാണാനാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. കാരണം ഏഷ്യയിലെ ഏറ്റവും പ്രായമുള്ള ആനയാണ് നമ്മുടെ ബാക്കിൽ കാണുന്ന സോമൻ ചേട്ടൻ. 84 വയസ്സ്. ട്രിവാൻഡ്രത്തോ വരുന്നവരോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവരോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വന്ന് നമ്മൾ കാണണം. കാരണം ഒരു നൈസല്ലേ, ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായമുള്ള ഒരു ആനയെ നമുക്ക് കാണാൻ പറ്റുക, ലൈഫിൽ നേരിട്ട് കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നൈസല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ട്രിവാൻഡ്രംകാരാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിലും ഇവിടെ വരുമ്പോൾ വന്ന് കാണാൻ നോക്കുക. ഹേഖോ ഷോപ്പ്. കാരണോട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. എന്തായിരുന്നാലും ാണിത്. ഇവിടെ ഇങ്ങനെ ഈട്ടിയിൽ ചെയ്തിട്ടുള്ള കുറേ ആനകളുണ്ട് പല സൈസിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും വലുത് 5000 രൂപ എന്നാണ് പറഞ്ഞത്. ഞാൻ പുറത്തോട്ടെടുത്തെന്ന് പറയുമ്പോൾ അകത്ത് അത്ര വെളിച്ചമില്ല. ചെറിയ ആന 600. ഇതും വീട്ടിയാണ്. ഇതാണ് ഏറ്റവും വലുത്, 5000 രൂപയാണ്. പിന്നെതാ മുളയിലുള്ള കപ്പുകൾ, ഗ്ലാസുകൾ. പിന്നെതാ പുട്ടുണ്ടാക്കുന്നത്. പിന്നെതാ തവിയൊക്കെ ഉണ്ട്. ചിരട്ടയിലുള്ള കപ്പൊക്കെ ഉണ്ട്. പിന്നെ അത് ചിരട്ടയിൽ ചെയ്തിട്ടുള്ള, എനിക്ക് തോന്നുന്നു സോൾട്ടൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്നു. ഒരു രക്തചന്ദനവും മേടിച്ചു. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇത് മേടിച്ചത്. ഞങ്ങളങ്ങനെ ഈ 2 സാധനങ്ങളാണ് ഇവിടുന്ന് ഷോപ്പ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ആനകളെല്ലാം കണ്ടിറങ്ങി. പക്ഷെ ഇവിടെ ഇപ്പം കുറച്ച് ആനകളേ ഉള്ളൂ. ഇടയ്ക്കൊരു വൈറസ് ഇപ്പം കുറച്ച് ആനയേ ഉള്ളൂ. കാരണം ഒരു ആന മരിച്ചു ഇവിടെ. വൈറസായിട്ട് ഒരു ആന മരിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ആനകളെയൊക്കെ മാറ്റി. അപ്പോൾ ഇവിടെ കുറച്ച് ആനയേ ഉള്ളൂ. പിന്നെ ചിഞ്ചുവിന് പട്ടിയെ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് പട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി കുറച്ച് സീനാണ്. ഡിമാൻഡബിൾ. ആന മാത്രമേ പാടുള്ളൂ ഇവിടെ, പട്ടി പാടില്ല എന്ന്. എന്ത് ചെയ്യാനല്ലേ മറിയ കൊച്ചേ. മറിയ കൊച്ച് എൻജോയ് ചെയ്ത് ആനേനെയൊക്കെ കണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് വണ്ടിയുടെ ഇടയിൽ കിടന്ന പട്ടി. പോട്ടെ. ഇങ്ങനെ കാറിനകത്ത് കയറി. ഗൈസ് ചൂടായിരുന്നു. അത് കൊട കടയിൽ, കാടിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഞാൻ ഓർത്തത് കൊട കടയിൽ ഞാൻ മറന്നു വെച്ചു. അതും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൊടയാണ്. പോയി എടുത്തിട്ട് വട്ടെ. ഞാനങ്ങനെ പോയി കുട എടുത്തിട്ട് വരാൻ ഗൈസ്. കിട്ടി. കില്ലാടിയുടെ ആയിരുന്നു ഇത്. കില്ലാടി എന്നൊക്കെ കാറിൽ മറന്നു വെച്ചതായിരുന്നു. ഞാനിന്ന് ഇവിടെ മറന്നു വെച്ചു. ബട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്തോ ഒരു ദൈവഭാഗ്യം. അതുകൊണ്ട് തന്നെ വന്നെടുത്തു കില്ലാടിയുടെ കുട. ഇവിടെ നിന്ന് ഇറങ്ങി കാറൊക്കെ എടുത്ത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സിറ്റിയിലോട്ട് പോകുന്ന വഴിയിലാണ് തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്. അറിയില്ല. ബട്ട് എന്തായിരുന്നാലും പോകുന്ന വഴിയിലൊരു ചായ കുടിക്കണം. ഭയങ്കരമായിട്ട് വെള്ളം ദാഹിക്കുന്നു. പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയും ഒരു ചായക്കടയും കൂടെ കണ്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്നൊരു ജ്യൂസും കഴിക്കാൻ എന്തെങ്കിലും പലഹാരം കൂടെ മേടിക്കാം. അറിയ കൊച്ചാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞോട്. അയ്യോ, പറയാനുള്ളത് തിന്നാണ്. ഇന്ന് വൈകുന്നേരം എനിക്ക് ഫുഡ് മേടിച്ചു തരുന്നത് എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഓസ്മിൻ ദിവ്യമാണ്. നമുക്ക് തട്ടുകടയിൽ നിന്നാണ് ഫുഡ് മേടിച്ചു തരുന്നത്. ഏത് മൂട്? തട്ടുകട മൂട്. ഇവിടെ മുഖം കാണിക്കടാ. ഫാൻസ് അസോസിയേഷൻ ഒക്കെ തുടങ്ങേണ്ടി. അതെന്തടി അങ്ങനെ ഒരു ടോക്ക്? നീ നമ്മളെല്ലാരും പറഞ്ഞത് അപ്പമാണ്.
ബ്ലസ്സി മാത്രം ദോശ പറഞ്ഞു, പിന്നെ ബീഫും ചിക്കൻ ഫ്രൈ. താങ്ക്സ് അളിയ. വിശന്നിരുന്ന് നമുക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചു തന്നില്ലേ. അപ്പം ഞങ്ങൾ അടുത്ത ഐസ്ക്രീം കുടിക്കാൻ പോവല്ലേ? ഐസ്ക്രീം കുടിക്കാനല്ലേ പോണ? ഐസ്ക്രീം കുടിക്കാൻ ഞങ്ങൾ പോവുകയാണ്. ജോസ്വിൻ ടിവിഎമ്മിന്റെ കൊച്ചു ജോസ്വിൻ ടിവിഎം വളരെ സ്കിൽഫുൾ ഓട്ടിക്കുന്ന ഡ്രൈവിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഇത് കണ്ടോ, ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ജോസ്വിൻ ടിവിഎം അല്ല, വേറെ ഏതോ വണ്ടിയാണ്. എടാ 05 എവിടെയാണ് അളിയ? കോട്ടയം. നമ്മുടെ ട്രിവാൻഡ്രം കാണാൻ എത്തിയ കാറിന് നമസ്കാരം. ഇത് നമ്മുടെ പ്രശസ്ത ബ്ലോഗറും ഇൻഫ്ലുവൻസറും. അല്ലേ ഓസ്റ്റിന്റെ വണ്ടി അതല്ലേ? അല്ലെ, ബീറ്റിൽ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കാനഡയില്. അതുകൊണ്ട് നമുക്കൊന്നും തോന്നൂല ഇതൊന്നും. നിങ്ങൾക്കൊക്കെ ഭയങ്കര റയർ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്തായിരിക്കും. സോറി ഗൈസ്. വീഡിയോയില് നല്ല ക്ലാരിറ്റിയിൽ കിട്ടണേ. Open the door. അല്ലേ, ഇത് കൊള്ളാം അല്ലേ? ഇത് റാസ്ബെറി. നീ ഏതാ കഴിക്കുന്നത്? മാംഗോ. മാംഗോ. ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് ബോൾ ഗ്രേപ്സ്. അങ്ങനെ ബോൾ ഗ്രേപ്സ് മേടിച്ചു. ബോൾ ഗ്രേപ്സ് മേടിച്ചു. ഗ്രേപ്പ് മാത്രമേ കുടിച്ചോളൂ ഇവള്. അതാണ് ഈ കാണുന്നത്. നിങ്ങള് ഒരു ബോൾ ഗ്രേപ്പ് കുടിച്ചിട്ട് കാണിക്കുന്നുണ്ട്.